മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ചികിത്സിക്കാനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയം. മയക്കുവെടി ഏറ്റതോടെ മയങ്ങി വീണ ആനയുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട്. ഈ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റിയതോടെ ആദ്യഘട്ടം വിജയകരമായി. ഇനി ചികിത്സയുടെ രണ്ടാം ഘട്ടം. കോടനാട് കപ്രിക്കോട് അഭയാരണ്യത്തിലേക്ക് മാറ്റുകയാണ്. ആനയെ പാർപ്പിച്ച് ചികിത്സിക്കാനുള്ള ആനക്കൂടിന്റെ നിർമ്മാണം അഭയാരണ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് മയങ്ങി വീണ കൊമ്പന്റെ മസ്തകത്തിലെ മുറിവ് ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. പുഴുവരിച്ച നിലയിലായിരുന്നു മുറിവ്. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം തുടങ്ങിയ 3 കുങ്കിയാനകളെയാണ് ആനയെ തളയ്ക്കാനായി എത്തിച്ചത്. ജനുവരി 15 മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ 24-ന് മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകി വിട്ടിരുന്നു. എന്നാൽ ഈ മുറിവിൽ പുഴുവരിച്ച നിലയിൽ കണ്ടതോടെ വീണ്ടും ആശങ്കയായി. വീണ്ടും ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കുകയായിരുന്നു. ഇത്തവണ കൂട്ടിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. ചികിത്സിച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കും. വെറ്റിലപ്പാറയ്ക്ക് സമീപത്ത് വെച്ച് ആന പുഴയിലേക്ക് ഇറങ്ങിയിരുന്നു. ഇവിടെ നിന്ന് തുരുത്തിലേക്ക് നീങ്ങുമ്പോഴാണ് മയക്കുവെടി വെച്ചത്. കൊമ്പന്റെ ഒപ്പമുണ്ടായിരുന്ന ഏഴാമുറ്റം ഗണപതി എന്ന മറ്റൊരു കൊമ്പൻ ഇതിനെ മറച്ചിട്ടിരുന്നു. ഏഴാമുറ്റം ഗണപതിയെ വെടിപൊട്ടിച്ച് ഭയപ്പെടുത്തി ഓടിച്ചതിന് പിന്നാലെയാണ് മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി വെച്ചത്. ഇത് വിജയകരമായി. കൊമ്പനെ രാവിലെ 7:15-ഓടെയാണ് മയക്കുവെടി വെച്ചത്. പിന്നാലെ 15 മിനിറ്റിനുള്ളിൽ ആന നിലത്തേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ് അവശനിലയിലുള്ള ആന മയക്കുവെടിയേറ്റ് വീണത് ആശങ്ക ഉയർത്തിയെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ എഴുന്നേൽപ്പിക്കാനായി. തുടർന്നാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ആനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയത്. ആരോഗ്യം വീണ്ടെടുത്ത ആന തലയും ചെവിയും ചെറുതായി ഇളക്കി. അനുസരണയോടെ ലോറിയിൽ നിൽക്കുന്നതിനാൽ വലിയ പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. അതിരപ്പള്ളിയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള അഭയാരണ്യത്തിലേക്ക് പതുക്കെ മാത്രമേ ആനയുമായി പോകാനാകൂ. 1 മണിക്കൂറിനകം അവിടെ എത്തിക്കാനാകൂ.